കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാൻ പറ്റിയതും അതുപോലെ കുറേ വെജിറ്റബിളും ചിക്കനും ഒക്കെ ചേർത്തുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിൽ ചിക്കൻ പ്രത്യേകിച്ചൊന്ന് വേവിച്ച് മാറ്റി വെക്കേണ്ട പണികളൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു ഐറ്റം ചേർത്തുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടിയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചിക്കൻ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കുക. ഇത് പിങ്ക് സോൾട്ട് ആയ കാരണമാണ് ഈ ഒരു കളറ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരല്പം അതും ചേർത്തിട്ടുണ്ട്. ഒരല്പം വിനീഗർ ഇതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. വിനീഗർ ചേർത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗരം മസാലയാണ് ചേർക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇത് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതോടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞ ഒരു 15 മിനിറ്റ് നേരത്തേനെങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കണേ. ഇതങ്ങ് ആദ്യമേ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ പച്ചക്കറി അരിയുന്ന നേരം കൊണ്ട് ഇത് നല്ലവണ്ണം മാറിനേറ്റ് ആയിക്കോളുവേ. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുക, അതായത് തിളയ്ക്കുന്ന ലെവലിൽ എണ്ണ ചൂടായി കിടക്കുമായിരുന്നു. ആദ്യമേ തന്നെ ചിക്കൻ ഇടുകയാണ്. എണ്ണയുടെ നടുവിലോട്ട് ചിക്കൻ ഇടണം. ഇതിട്ടതിന് ശേഷം ഫ്ലെയിം ഒന്നും കുറയ്ക്കരുത്. അതേ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് ഒരു 15 അല്ലെങ്കിൽ 20 സെക്കൻഡ് നേരത്തേന് തൊടുകയേ ചെയ്യരുത്. ഒരു 15-20 സെക്കൻഡ് നേരം കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വെള്ളയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മറിച്ച് കൊടുക്കുക ആദ്യമേ തന്നെ. പിന്നീട് കുറേശ്ശെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മാംസത്തിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വെള്ളയാകുന്നുണ്ട്. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടി പിടിക്കാതെ നല്ലൊരു മണമൊക്കെ വരുമേ. ഇങ്ങനെ ചെയ്തെടുക്കാവുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടാതെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. ഇനി വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്, കുത്തി അരിഞ്ഞ ഇഞ്ചി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളത്. അത് എണ്ണയിലോട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്നത് ഒന്ന് മൂത്ത് കിട്ടുമേ. ഇനി സവാളയാണ് ചേർക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. സവാളയും ചേർത്തുകൊണ്ട് ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടുകൊണ്ട് ചെയ്യേണ്ടത്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ചിക്കനൊക്കെ ഈ സമയം കൊണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി പച്ചമുളകാണ് ചേർത്തത്. പച്ചമുളക് ചേർത്തിരിക്കണം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുരു നീക്കം ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ആദ്യമേ തന്നെ ബീൻസിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കാരണം ബീൻസാണ് ചേർക്കേണ്ടത്. ബീൻസ് മാത്രം ഞാൻ അളവ് ശകലം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് അതേ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബീൻസ് ഒന്ന് പകുതി വേകണേ. ബീൻസൊക്കെ ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. കൂടെ തന്നെ കാബേജും ചേർക്കുക. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും ഒരേ കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപോലെ ചേർത്തിരിക്കുന്നത്. ഇനി ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ക്യാരറ്റും ക്യാബേജും ചേർത്തതിന് ശേഷം തീ ഒരല്പം കുറച്ച് വയ്ക്കുക. ഇളക്കിക്കൊണ്ട് തന്നെ വേവിക്കുക, മൂടി വെച്ച് വേവിക്കരുത്. ഇനി ഈ ക്യാരറ്റും കാബേജും ഒക്കെ വെന്തതിന് ശേഷം ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ക്യാപ്സിക്കം ഇതിനകത്ത് മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ലാസ്റ്റ് ചേർത്താൽ മതിയേ. കാരണം ഇത് ഒരുപാട് വെന്തങ്ങ് ഉടയാൻ പാടില്ല. ഒന്ന് ക്രഞ്ചി ആയിട്ട് ക്യാപ്സിക്കം ഇരിക്കണേ. പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നടുഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കുഴി പോലാക്കണേ. ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് സെൻറ്ററിലോട്ട് ഡാർക്ക് ഇല്ലെങ്കിൽ ലൈറ്റ് സോയ സോസാണ് ഒഴിക്കുന്നത്. ഇത് ഞാൻ ഡാർക്ക് ഒഴിക്കുന്ന കാരണം 1 സ്പൂണേ ഒഴിച്ചിട്ടുള്ളത്. ഇത് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിം അല്ല, ഇച്ചിരി ഫ്ലെയിം കുറഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് നേരത്തേന് ഇതും ഒന്ന് തിളയ്ക്കാനായിട്ട് വിടണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് നല്ലവണ്ണം കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡിന് ശേഷം എല്ലാ പച്ചക്കറിയോടും ഇട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഒരുപാട് നേരം ഒന്നും ഇളക്കണ്ട. എല്ലായിടത്തും ഒന്നും ആയതിനു ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ്. തണുത്തതായിരിക്കണേ റൈസ്, അതായത് ആറിയതായിരിക്കണം. അതുകൂടെ ഒന്ന് ചേർത്ത് ഇളക്കുവാണ്. ഇനി ഇതിനകത്ത് ചേർക്കാനുണ്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട്. ഇനി മല്ലിയിലയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇനി കുരുമുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞില്ലേ, അതാണ് ചെറിയ ജീരകം
വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതാ ഒരല്പം ചേർക്കുന്നുണ്ട്. ഇത് സാധാരണ രസത്തിനൊക്കെ നമ്മൾ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെക്കുമല്ലോ, അതാണ് ചേർക്കുന്നത്. ഇതാ കാണിച്ച ഒരളവിന് ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കുക. ഈ സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നതാണ്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഗരം മസാല ടേസ്റ്റ് അധികമായിട്ട്, അതായത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ചത് ചിക്കനകത്ത് ചേർത്തില്ലേ, അതേ പൊടി ലാസ്റ്റിലൊന്ന് തൂകാവുന്നതാണ്, വേണമെങ്കിൽ മാത്രം. അതേപോലെ തന്നെ ചിക്കൻ വളരെ പൊടിയായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് ഫ്രീസറിൽ വെച്ച് പകുതി ഒന്ന് കട്ടിയാക്കി എടുക്കുക. അതിനുശേഷം ചോപ്പിംഗ് ബോർഡിൽ വെച്ച് നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഏതൊരളവിലും അരിഞ്ഞെടുക്കാൻ പറ്റും. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ എങ്ങനെയെങ്കിലും അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുമേ. പച്ചക്കറി കഴിക്കാത്ത പിള്ളേരെയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി പറ്റിയൊരു ഐറ്റമാണ്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.